11 വർഷങ്ങൾക്ക് ശേഷമാണ് രൂപേഷ് പുറത്തെത്തുന്നത്. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസിൻ്റെ മെറിറ്റ് അത് സ്വാഭാവികം നമുക്കറിയാം. മാത്രമല്ല ജയിലിലായിരുന്നപ്പോൾ രൂപേഷ് എഴുതിയ പുസ്തകം അത് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു വശത്ത്, നിരവധി തവണയുള്ള നിരാഹാര സമരങ്ങൾ, ഒട്ടനവധി തവണ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ രൂപേഷ് ജയിൽ മോചിതനാവുകയാണ്. മുഷ്ടി ചുരുട്ടിയാണ് രൂപേഷ് വിയ്യൂർ ജയിലിന്റെ പടി കടന്ന് പുറത്തേക്ക് വരുന്നത്. രൂപേഷ് എന്തെങ്കിലും സംസാരിച്ചോ നടരാജ്? അല്പസമയം മുമ്പാണ് രൂപേഷ് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് എത്തിയത്. അദ്ദേഹത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന് വേണ്ടി സുഹൃത്തുക്കളും ബന്ധുക്കളും ആദ്യം വിളിക്കുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ അഭിവാദ്യങ്ങൾ വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രൂപേഷിന് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും. നമുക്കറിയാം 11 വർഷത്തിന് ശേഷമാണ് ജയിൽ മോചിതനാകുന്നത്. 11 വർഷത്തിന് ശേഷം പുറലോകം കാണുകയാണ്. എന്താണ് പറയുന്നത്? ഹലോ പിന്നീട് സംസാരിക്കാം. പിന്നീട് പ്രത്യേകിച്ചും 11 വർഷം 2015 മെയ് 4 ప్రభుత్వం അറസ്റ്റിലാവുന്നു. അതിനുശേഷം 42ലധികം കേസുകൾ, ഭൂരിഭാഗം UAPA. ഒരു ഭരണകൂടം ഒപ്പം ചേർന്ന് വലിയ തോതിൽ വേട്ടയാടുകയായിരുന്നു. നമുക്ക് ഇപ്പോൾ കുറേ കൊല്ലമൊക്കെ ജയിലിൽ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. ക്രമേണ അത് അഡ്ജസ്റ്റ് ആവുമെന്ന് വിചാരിക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഈവൻ ഐ കനോട്ട് റിയലൈസ് മൈസെൽഫ് വെദർ ഇറ്റ് ഈസ് എ ഡ്രീം ആർ റിയാലിറ്റി. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പോഴും ഞാൻ റിലീസായി എന്നുള്ളൊരു ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇറ്റ് മേ ടേക്ക് കുറച്ചുകൂടി സമയമെടുക്കും ഒരു കോപ്പ് ഓഫ് ദ സിറ്റുവേഷൻ. എഴുതിയ പുസ്തകം പോലും പുറത്ത് എത്തിക്കില്ല എന്ന് വാശി പിടിക്കുന്നു. എനിക്ക് അതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട്. കാരണം ഇടതുപക്ഷം എനിക്കത് അംഗീകാരം തരികയായിരുന്നെങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് എ ഡിസില്യൂഷൻ, ഒരു പുരോഗമന ഒരു സംഗതിയാണെന്ന് വിചാരിക്കായിരുന്നു. അത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഷോസ് അതിൻ്റെ ഒരു യഥാർത്ഥ മുഖം. ഇപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യണത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി അതിലൊരു കഥാപാത്രം കൂടിയാണ് ആസ് എ പോസിറ്റീവ് ക്യാരക്ടർ. പക്ഷേ അപ്പം പലരും വിചാരിച്ചെന്താ വെച്ചാൽ അനൂപൊക്കെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതൊന്നും കുഴപ്പമുണ്ടാവില്ല സഖാവേ ഇതിന് സാങ്ഷൻ കിട്ടാൻ. പക്ഷേ ഇൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ പിന്നെ സാങ്ഷൻ കിട്ടിയില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ആരതിന് സാങ്ഷൻ ഇപ്പോൾ കൊടുക്കണ്ടേ, അക്കാഡമീഷ്യന്മാർ പിന്നെ സാഹിത്യകാരന്മാരൊക്കെ അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മോശമാണെങ്കിൽ ചരിത്രത്തിൽ അത് പിന്തള്ളപ്പെടും. അങ്ങനത്തെ ഒരു പ്രോസസ്സിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു സംഗതി ഒരു സാഹിത്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ കൊടുത്തിട്ട് കുറേ നാളുണ്ടായില്ല. സമരം നടത്തണം, നിരാഹാരം നടത്തണം, അനിശ്ചിതകാല നിരാഹാരം നടത്തണം, ആശുപത്രിയിലാവണം. അപ്പോൾ നമ്മളിതിൻ്റെ പാരലായിട്ട് കൊടുത്തിട്ടുള്ള വിവരാവകാശം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് ഹോമിലേക്ക് പോയി, ഇവിടുന്ന് പ്രിസൺ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്, ഹോമിലേക്ക് പോയിട്ടുണ്ട്, ഹോമിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ലോ സെക്രട്ടറിയുടെ അടുത്ത് പോയിട്ടുണ്ട്, അവിടെ തിരിച്ചു ഹോമിലേക്ക് പോയിട്ടുണ്ട്, CMO ഓഫീസിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലോ സെക്രട്ടറിയുടെ നോട്ട് ഒരു UAPA തടവുകാരനെ എഴുതിയത് കൊണ്ട് അത് UAPA കുറ്റമാകുമോ എന്ന് പരിശോധിക്കണം. ആരതൊക്കെ പരിശോധിക്കേണ്ടത്? ഒരു കൾച്ചറൽ ഒരു സംഗതിനെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ? ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. 2